വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്നൊരു വണ്ടി. 2 ലക്ഷം രൂപ. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും? 2.10 കൊടുക്കണം. 2.10 അല്ലേ? ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ എമൗണ്ട് ലോൺ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു പോള. ഫുൾ എമൗണ്ട് ലോണിൽ 1.80 കൊടുക്കാൻ പറ്റും. ഫുൾ എമൗണ്ട് ലോൺ ഇട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 1.95 ഫുൾ എമൗണ്ട് നമുക്ക് ലോണാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. നമുക്ക് മാക്സിമം ഫുൾ എമൗണ്ട് വരെ ലോൺ കിട്ടും. നല്ല സിബിൽ സ്കോർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കും. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 0 എമൗണ്ട് ലോൺ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം സെൽറ്റോസ് ഡീസലിൽ സാധാരണക്കാരന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പൈസക്ക് നല്ല അടിപൊളി വാഹനങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലൂബെറിയിലാണ്. സോ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള ചെറിയ മൂച്ചിക്കലാണ്. അതായത് നമ്മൾ മഞ്ചേരിയിൽ നിന്നും കീശ്ശേരി റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ ചെറിയ ബഡ്ജറ്റുള്ള ഓൾട്ടോ, നാനോ, അതേപോലെ തന്നെ നമുക്ക് ഇയോണ്, സെൽറ്റോസ്, പോളോ ഒക്കെ നല്ലൊരു കളക്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അത് മാക്സിമം കുറച്ചിട്ടുള്ളൊരു വിലയാണ്. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകൾ ഓരോന്നായി പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ എല്ലാവരും എല്ലാ ജനറേഷനിലും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് പോളോ റെഡ്. ഇതെങ്ങനെയായിരുന്നു പിന്നെ ഡീറ്റെയിൽസ്? ഇത് 2011 മോഡലാണ്. ട്രെൻഡ് ലൈനാണ് വണ്ടി വരുന്നത്. ഒരു 1 lakh കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് LCD ആൻഡ്രോയിഡ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ് വരുന്നത്. നമുക്കൊരു 2 lakh കൊടുക്കാൻ പറ്റും. വെറും 2 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്നൊരു വണ്ടി. 2 ലക്ഷം രൂപ. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ? ഒരു 1 lakh വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 1 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വൈറ്റ് വരുന്നുണ്ട് അല്ലേ? KL34 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. 2012 മോഡൽ ട്രെൻഡ് ലൈൻ തന്നെയാണ് അത്. 2012 മോഡൽ ട്രെൻഡ് ലൈന്. അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2012 മോഡലാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ വരുന്നത് 1.30. 1.30 അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. വല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതെ അതെ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് 2.10 കൊടുക്കണം? 2.10 അല്ലേ? ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ അതിനൊരു 1.5 വരെ ലോൺ ചെയ്യാം. 1.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. ദെൻ വീണ്ടും തവണ ഒരു കിടലം ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഒന്നുകൂടെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. 2018 മോഡൽ 19 രജിസ്റ്റർ ആണ്. ഓക്കെ, ഒരു മോഡൽ കൂടിയ വണ്ടിയാണ് അല്ലേ? അതെ. ഓക്കെ, കംഫർട്ട് ലൈനിൽ വരുന്ന വണ്ടിയാണ്. രണ്ടാമത്തെ RC ഓണർ ആയിട്ടുള്ളൂ. അത് 1 ലക്ഷത്തിന് മുകളിലൂടെ വണ്ടി. നമ്മൾ 5.50 കൊടുക്കുക. ഫുൾ എമൗണ്ട് ലോൺ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു പോള. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അതെ. തന്നെ ഒരു വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2015 മോഡൽ ഹൈലൈൻ ആണ് വണ്ടി വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ലേ? അതെ അതെ. സിംഗിൾ RC ഓണറിൽ വരുന്ന വണ്ടി. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 4.40 കൊടുക്കാം. മാക്സിമം എമൗണ്ട് ലോൺ ഇട്ട് ചെയ്യാം. ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഈ വാഹനങ്ങളെല്ലാം നമുക്ക് വരുന്ന ഡീസൽ വേരിയന്റ്. അതെ അതെ, എല്ലാം ഡീസൽ TDI വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് മാക്സിമം ലോണും അവൈലബിൾ ആണ്. ഇയോണ് ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാം. KL49 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ വണ്ടിയാണ്. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കത് ഫുൾ എമൗണ്ട് ലോണിൽ 1.80 കൊടുക്കാൻ പറ്റും. ഓക്കെ, 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. 1.80 ആസ്കിംഗ് പ്രൈസ് ആണ്. അതെ അതെ. ഏകദേശം നമുക്ക് ആ ഒരു എമൗണ്ടിനെ നമുക്ക് ഫുൾ ലോണും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ അതെ. ഇത് നമുക്ക് ഓൾട്ടോയുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഓൾട്ടോ 800. ഇത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. ഏകദേശം ഒരു 18-20 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡൽ ഓൾട്ടോ LXi ആണ് വരുന്നത്. കിലോമീറ്റർ 3ാമത്തെ RC ഓണറിലുള്ള വണ്ടിയാണ്. വെറും 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു 2.50 കൊടുക്കാം. എമൗണ്ട് ലോൺ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഒരു ബെസ്റ്റ് പ്രൈസിന് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. KL71 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ ഞാൻ ഇതിൻ്റെ ഒരു വൈറ്റ് വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു മോഡല്? 2014 മോഡൽ സെക്കൻഡ് RC ഓണറിൽ വരുന്ന വണ്ടി. ഓക്കെ, അത് വെറും 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്കിതും ഫുൾ എമൗണ്ട് ലോണിൽ കൊടുക്കാൻ പറ്റും. 1.80 കൊടുക്കാം. 1.80 അതും ഫുൾ ലോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മൈലേജ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഒന്നുമില്ല. ഓക്കെ, ഒരു വാഹനം. വീണ്ടും അടുത്തൊരു മോഡൽ. ഇത് ഏതായിരുന്നു മോഡൽ? 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന ഓൾട്ടോ LXi തന്നെയാണ്. ഓക്കെ, മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 1.95 കൊടുക്കാൻ പറ്റും. ഫുൾ എമൗണ്ട് ലോൺ ഇട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 1.95 ഫുൾ എമൗണ്ട് നമുക്ക് ലോണാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ദെൻ വീണ്ടും ഒരു വൈറ്റ് ഉണ്ട്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന ആൾട്ടോ VXi വരുന്ന വേരിയന്റ് ആണ്. ഓക്കെ, ഫുൾ ലോഡ് വണ്ടിയാണ്. അതെ അതെ. 2ാമത്തെ RC ഓണറിൽ 78,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ.
തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാൻ പറ്റും. 295 BS6 ആണ്. മാക്സിമം എമൗണ്ട് ലോൺ ഇട്ടിട്ട് ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. BS6 ആണ്. സോ നമുക്ക് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. സോ നമുക്ക് മാക്സിമം നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു അടിപൊളി വാഹനമാണ്. നല്ല ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി, കുറഞ്ഞ മെയിൻ്റെനൻസ്, അത്യാവശ്യം നല്ല മൈലേജ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. BX ഇതിന് അന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? ഓക്കെ, ഒറിജിനൽ കേരളയാണ്. കേരള തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയാണ് മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡല്, 150 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് മാക്സിമം എമൗണ്ട് ലോൺ ചെയ്യാം. ഒരു 50,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോൺ ചെയ്യാം. 50,000 രൂപ വണ്ടി ഇറക്കാം. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി VXD ആണ് വരും ചെയ്യുന്നത് അല്ലേ? ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ട സിറ്റി. ഇത് ഡീസൽ അല്ലേ വരുന്നത്? അതെ, ഡീസൽ VX ഏറ്റവും ഫുൾ ഓപ്ഷൻ. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ലോഡ് ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന ഒരു വാഹനമാണ്. ലോങ് ഡ്രൈവിൽ ഏകദേശം 24 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. 9 ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, റിയറിൽ AC വെന്റ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള നല്ല മൈലേജ് കിട്ടുന്ന ഡെയിലി യൂസിന് പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനം. 2015 മോഡൽ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 92,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മൂന്നാമത്തെ RC ഓണറിൽ വരുന്നതാണ്. നമുക്ക് മാക്സിമം ഫുൾ എമൗണ്ട് വരെ ലോൺ കിട്ടും. നല്ല സിബിൽ സ്കോർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കും. സീറോ ഡൗൺ പേയ്മെന്റ്. റേറ്റ് എങ്ങനെയായിരുന്നു നമ്മൾ വരുന്നത്? 5.4. അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ്. അടുത്തൊരു കിഡ്ലൻ നാനോ വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം. കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ നാനോ XT എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അത് 78,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമുക്ക് 89,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 89,000 രൂപക്ക് അല്ലേ? അതെ, ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വണ്ടി ഇറങ്ങാം. പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി വരുന്നത്. ഇതിലൊക്കെ നല്ല നീറ്റ് ആണ് വരുന്നത്. നമുക്ക് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ടിസ്റ്റും ആണ് വരുന്നത് അല്ലേ? ഇത് നമുക്കൊരു 7 സീറ്റർ ആണ്. നിസാൻ ഇവാലിയ. നമുക്ക് ഒരു വലിയൊരു ഫാമിലിക്ക് ചെറിയൊരു പൈസ കൊണ്ടാൻ പറ്റുന്ന മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി 7 സീറ്റർ വാഹനം. അതിനായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്. 2013 മോഡൽ റീ രജിസ്ട്രേഷനിൽ വരുന്ന മൂന്നാമത്തെ RC ഓണറിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 250 ഫൈനൽ കൊടുക്കാം. 250. ചെറിയൊരു പൈസക്ക് വലിയൊരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. 7 സീറ്റർ ആണ്. നല്ല കംഫർട്ടായിട്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. വെറും 250 അല്ലേ? അതെ. ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ചെറിയ എമൗണ്ട് ഒക്കെ ലോൺ കിട്ടും, ചെയ്യാൻ പറ്റൂല. അടുത്താണ് ഒരു കിഡ്ലം റിഡ്സ്. ഡീസൽ അല്ലേ ഈ വണ്ടി വരുന്നത്? അതെ. ഏകദേശം 18-20 ഒക്കെ മൈലേജ് കിട്ടുന്ന വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ ഓടിയതാണ്. മേജർ സർവീസ് കഴിഞ്ഞല്ലേ? മേജർ സർവീസ് എല്ലാം കഴിഞ്ഞത്. ഓക്കെ, ടൈം ചെയിൻ കാര്യങ്ങളെല്ലാം എല്ലാം ക്ലിയർ ആക്കിയ വണ്ടിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് നമ്മള്? അത് നമുക്ക് 1,90 ആണ്. നമുക്ക് ഫൈനൽ പ്രൈസ് 1,75 കൊടുക്കാം. 1,75 ഫൈനൽ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റൂല. ദെൻ നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊരു സ്വിഫ്റ്റ്, അത് ഡീസൽ വണ്ടി, ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2008 മോഡല്, 2028 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,76 വരുന്നത്. 4ാമത്തെ RC ഓണറിലുള്ള വണ്ടി. എത്ര ചോദിക്കുന്നത്? 1,90 ചോദിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് ഒരു മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഫുൾ ബ്ലാക്കിൽ ഒരു കിടിലം SUV നോക്കുന്നവർക്ക് ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലം സെൽട്ടോസ് KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 വരുന്ന HTK പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫ്, ക്രൂസ് കൺട്രോള്, 9 ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അടക്കം വരുന്ന ഒരു വാഹനം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ഓണറിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഡീസലാണ്, അതും വെറും 36,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 12.50 ആണ്. ഫുൾ എമൗണ്ട് ലോൺ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം സെൽട്ടോസ് ഡീസലില്, അതും പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ദെൻ നിസാന്റെ മൈക്ര. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ ആണ് വരുന്നത്. CVT ഓട്ടോമാറ്റിക്കിൽ വരുന്ന വേരിയന്റ്. ഓക്കെ, അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത്. CVT ആണ്. സോ നമുക്ക് ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ വരുന്ന വണ്ടി. 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇതും സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അതെ. എത്ര ചോദിക്കുന്നത്? 5,30 ആണ് ചോദിക്കുന്നത്. 5,30, അതും ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു. അതെ.
ദെൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡീസലാണ് വരുന്നത്. ഡീസൽ VDI ഓപ്ഷൻ വരുന്നത്. ഏകദേശം 18-20 വരെ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, മിറേഴ്സ് കാര്യങ്ങൾ, മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 വരുന്ന VDI ഓപ്ഷൻ വരുന്ന വണ്ടി 3ാമത്തെ ഓണറിലായിട്ടുള്ളൂ. 86,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 340 ചെറുതായിട്ട് മാറ്റമൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 340 നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 3 ലക്ഷം വരെ ലോൺ ചെയ്യാം. 14 രൂപ വണ്ടി ഇറക്കാം. അതെ അതെ. ഇതൊരു കിഡ്ലം വാഹനമാണ്. ഹോണ്ടയുടെ അമേസ്, അതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള 3rd ജനറേഷൻ ആണ് വരുന്നത് അല്ലേ? അതെ അതെ. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല മോഡൽ കൂടിയ ഒരു വാഹനമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. പെട്രോൾ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു ഫാമിലി കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള CVT ഗിയർ ബോക്സോട് കൂടിയ വാഹനമാണ്. നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര ചോദിക്കുന്നത്? നമ്മളിതിന് 730 ചോദിക്കുന്നത്. ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാം. ഇതും ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വലിയൊരു വാഹനം ഏറ്റവും ചെറിയൊരു പ്രൈസിന് കൊടുക്കാവുന്ന ഡീസലില് ഫോക്സ് വാഗൻ വെൻഡോ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ബഡ്ജറ്റ് റേറ്റിന് നമ്മൾ വാഹനം സ്വന്തമാക്കാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 മോഡൽ 11 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സെക്കൻഡ് RC ഓണറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ. കിലോമീറ്റർ വന്നിട്ട് 1,10,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. നമുക്ക് 1,75 ഫൈനൽ കൊടുക്കാൻ പറ്റും. 1,75 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. നമുക്ക് ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി അല്ലേ? മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ? ഇത് നമ്മളൊരു കിഡ്ലം പൂണ്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 പൂണ്ടോകൾ വരുന്നുണ്ട്. ഒന്ന് ബ്ലൂ ആണ് വരുന്നത്, ദെൻ സിൽവർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 വരുന്നത്. ഡീസൽ അല്ലേ വരുന്നത്? അതെ, ഡീസൽ എഞ്ചിനാണ്. 18-20 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. നല്ല സ്പേഷ്യസ് ആണ്. ശരിക്കും നമ്മൾ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിന്, ഇവരാണ് സ്വിഫ്റ്റിന് എഞ്ചിന് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. KL20 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 1,25 കിലോമീറ്റർ. 1,25 അല്ലേ? എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ പ്രൈസ് വരുന്നത് 1,25 1,25 പ്രൈസ്. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ്, ക്വാളിറ്റി, പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു കിഡ്ലം വാഹനമാണ്. ദെൻ സിൽവർ ഫിനിഷിങ്, ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ നമുക്ക് ബ്ലാക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. KL5 കോട്ടയം രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 തന്നെ വരുന്നത്. ഓപ്ഷൻ കൂടിയ വണ്ടിയാണ്. 4ാമത്തെ RC ഓണറിൽ 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. അതിന് പ്രൈസ് വരുന്നത് 1,49. 1,49. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? അതെ അതെ. ബാക്ക് വൈഫർ, 4 ഡോർ പവറിന്റെ എല്ലാം വരുന്നത്. അത് ചെറിയ ബഡ്ജറ്റിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡ്ലൻ സാൻഡ്രോ. പെട്രോൾ ആണ്. ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2005 മോഡൽ വരുന്നത്. സിംഗിൾ RC ഓണറിലുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്ററിന് 1,40. 1,40 അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 65,000 രൂപ കൊടുക്കാം. വെറും 65,000 രൂപയ്ക്ക് ഒരു കിഡ്ലൻ വണ്ടി, അതും ചെറിയൊരു ബഡ്ജറ്റിൽ ഏറ്റവും ഫുൾ ലോഡ് വാഹനമാണ്. അതെ അതെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബ്ലൂബെറിയിലായിരുന്നു. ഒത്തിരി വാഹനങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിൽ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നിന്നും കീശ്ശേരി റൂട്ടിൽ ചെറുമൂശിക്കലിലാണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് സോലി സൈനിങ് ഓഫ്.